Welcome to class number MM29 from Mathematical Methods, Mathematical Physics for MSc, and today we take inner product space. Inner product space. So in the last class we mentioned the term inner product space, and this inner product space, it's a matrix. Inner product space we separately explain here as a class. Inner product space. സിലബസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. സോ വാട്ട് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്? ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ജനറലൈസിങ് സം ജോമെട്രിക് നോംസ്. ഇതിൻ്റെ ഒരു ജോമെട്രിക്കലായിട്ടൊരു മീനിങ് പറയുകയാണ്. ജോമെട്രിക് നോഷൻസ് ഇൻ ബേസിക് വെക്റ്റർ സ്പേസസ് ലൈക്ക് ആർ ക്യൂബ്ഡ് ഓർ ആർ സ്ക്വയർ ആർ ക്യൂബ്ഡ്, അതായത് 2 dimensional യൂക്ലിഡിയൻ ജോമെട്രി, യൂക്ലിഡിയൻ സ്പേസ് ഓർ 3 dimensional സ്പേസ്. ഇൻ ബേസിക് സ്പേസ് ലൈക്ക് ആർ സ്ക്വയർ ആർ ക്യൂബ്ഡ് വി ഹാവ് intuitive notions of length, angle, and orthogonality, perpendicularity. Our inner product space generalizes these geometric concepts to abstract vector spaces, allowing us to define them rigorously even in the spaces of functions, matrices, and polynomials. In a basic vector space like R square or R cubed, we have intuitive notions of length, angle, and orthogonality. And inner product space generalizes these geometrical concepts to abstract vector spaces, allowing us to define them rigorously even in spaces of functions, matrices, and polynomials. അപ്പോൾ നമ്മൾ ഈ വെക്ടർ സ്പേസിനകത്ത് ലെങ്ത്, ആംഗിള്, പിന്നെ ഓർത്തോനോമാലിറ്റി ഒക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ അവയ്ക്കെല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കൺസെപ്റ്റ്, ഒരു മീനിങ് കൊടുക്കുന്ന രീതിയാണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിലുള്ളതാണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ജനറലൈസസ്, സാമാന്യവൽക്കരിക്കുകയാണ്, ജനറലൈസസ് ദീസ് ജോമെട്രിക്കൽ കൺസെപ്റ്റ്സ്. അപ്പോൾ ഈ പറഞ്ഞ ഈ ലെങ്ത്, ആംഗിൾ പോലുള്ള ആശയങ്ങളെ, പെർപെൻഡിക്കുലാരിറ്റി പോലുള്ള ആശയങ്ങളെ നമ്മൾ ഒന്ന് സാമാന്യവൽക്കരിച്ച് പറയുന്നതാണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് IPV എന്ന് വേണമെങ്കിൽ ഷോർട്ടായിട്ട് പറയാം. പക്ഷെ അങ്ങനെ അതൊരു കോമൺ ഷോർട്ട് ഫോം അല്ല, നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് IPS, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് allowing us to define them rigorously. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെക്ടർ കൺസെപ്റ്റുകളൊക്കെ കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഡെഫിനിഷൻ ഓഫ് IPS, ഡെഫിനിഷൻ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ പറയും? അതാണ് ഇതിൻ്റെ രീതി. അതൊരു ബ്രാക്കറ്റ് നൊട്ടേഷനിലൂടെയൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. ആ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഇസ് എ വെക്ടർ സ്പേസ് V ഓവർ എ ഫീൽഡ് F. ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ ഒരു വെക്ടർ സ്പേസ് ഉണ്ടായിരിക്കും. വിച്ച് ടിപ്പിക്കലി ദ ഫീൽഡ് ഓഫ് റിയൽ നമ്പേഴ്സ് ഓർ കോംപ്ലക്സ് നമ്പേഴ്സ്. ഫീൽഡ് റിയൽ നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ആകാം. C space equipped with an inner product denoted by inner product U, V. inner product IP U, V. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് നോക്കി 2 വെക്ടർ ഉണ്ട്. അത് ഇന്നർ പ്രൊഡക്റ്റ്, പിന്നെ ഡോട്ട് പ്രൊഡക്റ്റ് പറയുകയാണ്. അതൊരു ബ്രാക്കറ്റിനകത്തായിട്ടുണ്ട്. എന്ത് തരം ബ്രാക്കറ്റാണ്? ഡിസ്റ്റോർട്ടഡ് ബ്രാക്കറ്റ്. ആ ഒടിച്ച ബ്രാക്കറ്റിനകത്തിട്ട് കാണിക്കുകയാണ്. ആ ഒടിച്ച ഒരു ബ്രാക്കറ്റിനകത്ത് UV 2 വെക്ടർ എഴുതി കഴിഞ്ഞാൽ, കോമ ഇട്ട് എഴുതിയാൽ അതിനെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയും. ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയും. ഇന്നർ പ്രൊഡക്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സ്പേസിനെ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയും. വിച്ച് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് മാപ്സ് അത് തരും നമുക്ക്, അത് ചിത്രീകരിക്കും. മാപ്സ് എവരി ഓർഡേർഡ് പെയർ ഓഫ് വെക്ടേഴ്സ്, എല്ലാ ഓർഡേർഡ് പെയർ ഓഫ് വെക്ടേഴ്സും അത് കാണിക്കും. ദാറ്റ് ഈസ് IPS, inner product space.
u comma v belongs to v cross v or v into v. അതായത് ഒരു വെക്റ്റർ സ്പേസിൽ വരുന്നതാണ് ഈ രണ്ട് വെക്റ്റേഴ്സും. ടു എ സ്കേലാർ ഇൻ എഫ് satisfying the following axioms for all u v w belongs to v. അപ്പോൾ ഈ താഴെ പറഞ്ഞ ആക്സിമസ് ആണ് ഇന്നർ പ്രൊഡക്റ്റിൽ ഇവയെല്ലാം അനുസരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ലീനിയാരിറ്റി, ഒരു വെക്റ്റർ സ്പേസിൽ ലീനിയാരിറ്റി നമുക്ക് നോക്കാം. ലീനിയാരിറ്റി ഈസ് എ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്. ഒന്നാമത്തെ ലീനിയാരിറ്റി ദാറ്റ് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് യു പ്ലസ് വി കൊമ ഡബ്ല്യു. ഇപ്പോൾ രണ്ട് വെക്റ്റർ, ഒന്നാമത്തെ യു പ്ലസ് വി, രണ്ടാമത്തത് ഡബ്ല്യു. അവിടെ ഇന്നർ പ്രൊഡക്റ്റ് എന്താണ്? രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പറയാം നമുക്ക്. ഇന്നർ പ്രൊഡക്റ്റ് ഐ പി, ഇന്നർ പ്രൊഡക്റ്റ് ഐ പി യു കൊമ ഡബ്ല്യു കൊമ ഐ പി വി കൊമ ഡബ്ല്യു. നെക്സ്റ്റ് ഈസ് a constant is multiplied. Inner product IP CU V, that is equal to C into IP, inner product U comma V. അങ്ങനെ റിസൾട്ട് എഴുതാം. അടുത്ത ഇന്നർ പ്രൊഡക്റ്റിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി, കോൺജുഗേറ്റ് സിമിട്രി ഫോർ ഹെർമീഷ്യൻ പ്രോപ്പർട്ടി ഓർ ഹെർമീഷ്യൻ പ്രോപ്പർട്ടി. ഒരു കോൺജുഗേറ്റ് സിമിട്രി പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹെർമീഷ്യൻ പ്രോപ്പർട്ടി ഉണ്ട് ഇന്നർ പ്രോഡക്റ്റിന്. ഇവിടെ നോക്കുക, ഇന്നർ പ്രോഡക്റ്റ് ഐ പി യുമായി വി ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അതിൻ്റെ വാല്യൂ എന്താ കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് ഇന്നർ പ്രോഡക്റ്റ് വി കോമ വി ബാർ, അതിൻ്റെ കോൺവേഴ്സ് വി കോമ വി ബാർ. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഇൻവേഴ്സായിട്ട് പറയണം, കോൺവേഴ്സായിട്ട് പറയണം, ബാർ. Not if f is equal to r, f is equal to r, real vector space-ലാണ് യൂക്ലിഡിയൻ. then ip v comma u is equal to ip v comma u v comma u bar is equal to v comma u. So this property simplifies to symmetry. That is u comma v ip is equal to v comma u ip. ഇനി പോസിറ്റീവ് ഡെഫിനിറ്റ്നെസ് ആണ് അടുത്തൊരു പ്രോപ്പർട്ടി. അതായത് രണ്ടും ഒരേ വെക്ടർ പറയുകയാണ് നമ്മൾ. ഇന്നർ പ്രൊഡക്റ്റ് യു കോമ യു, ഇന്നർ പ്രൊഡക്റ്റ് യു കോമ യു ഈസ് ഗ്രെറ്റർ ഈക്വൽ ടു 0. അടുത്ത ഇന്നർ പ്രൊഡക്റ്റ് യു കോമ യു ഈസ് ഈക്വൽ ടു 0 if and only if u 0. അതിൽ ഒന്ന് 0 ആയാലും മാത്രമേ യു കോമ യു ഇന്നർ പ്രൊഡക്റ്റ് 0 ആകുകയുള്ളൂ. ഈ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് കാണുന്ന പോലെ. നെക്സ്റ്റ് ഇസ് ഇൻഡ്യൂസ്ഡ് നോം ആൻഡ് റിലേറ്റഡ് കൺസെപ്റ്റ്സ്. എവരി ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് നാച്ചുറലി ഇൻഡ്യൂസസ് എ നോം. എല്ലാത്തിനും നോം ഉണ്ട്. നമുക്കറിയാം, നോം എന്ന് പറയുന്ന വ്യക്തം എഴുതുന്നത് രണ്ട് വരയിട്ടാണ് എഴുതുന്നത്. നോം ഒരു വരയിട്ടാലും എഴുതും, പക്ഷേ അതിനെ മാഗ്നിറ്റ്യൂഡ് എന്നാണ് സാധാരണ സങ്കല്പിക്കുക. രണ്ട് വരയിട്ടാണ് ഇവിടെ നമ്മൾ നോം കൊടുക്കുന്നത്. എവരി അപ്പുറം ഇപ്പുറം രണ്ട് ലൈൻ കൊടുക്കണം, എന്താ ഈ താഴെ കാണുന്ന പോലെ. എവരി ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് നാച്ചുറലി ഇൻഡ്യൂസസ് എ നോം. നോം മീൻസ് ലെങ്ത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്റ്റർ. നോം ആ ഐ പിയുടെ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഓൺ ദി വെക്റ്റർ സ്പേസ് ഡിഫൈൻഡ് ബൈ u, norm u is equal to root of ip inner product u comma u. അതാണ് നോം ഡെഫിനിഷൻ. ഇത് നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റ് പോലെ തന്നെ വരും. നെക്സ്റ്റ്, വിത്ത് ദിസ് നോം every inner product space becomes a normed vector space. This allows us to define അതർ ജോമെട്രിക് കൺസെപ്റ്റ്. അപ്പോൾ മറ്റ് ജോമെട്രിക് കൺസെപ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് ഈ നോമിനെ കുറിച്ചുള്ള ഐഡിയ പ്രയോജനപ്പെടുത്താം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെക്റ്റേഴ്സ്, വെക്റ്റർ തമ്മിലുള്ള ദൂരം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെക്റ്റേഴ്സ് യു ആൻഡ് വി ഈസ് ഗിവൺ ബൈ ഡിസ്റ്റൻസ് ഇന്നർ പ്രൊഡക്റ്റ് യു വി. ഡിസ്റ്റൻസ് ഐ പി യു വി ഈസ് ഈക്വൽ ടു നോം യു മൈനസ് വി. നോം യു മൈനസ് വി. Next is orthogonality.
two vectors u and v are said to be orthogonal. ഇപ്പോൾ യു ആൻഡ് വി വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്, ഒരു വരയിട്ടോളം മുകളിൽ. നമ്മൾ പലയിടത്തും ഈ പ്രിൻ്റാകുമ്പോൾ വര വരത്തില്ല. ടു വെക്ടേഴ്സ് യു ആൻഡ് വി ആർ സെഡ് ടു ബി ഓർത്തോഗണൽ ഇഫ് their inner product is 0, that is ഐ പി യു കോമ വി 0. ഇപ്പോൾ ഓർത്തോഗണലാണ്. അതായത് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി കോസ് 90 വരുമ്പോൾ 0 ആകുമല്ലോ. ദിസ് ഇസ് അനലോഗസ് ടു പെർപെൻഡിക്കുലാരിറ്റി. ഓർത്തോഗണാലിറ്റിയെ വിളിക്കുന്ന പേരാണ്, മറ്റൊരു പേരാണ് പെർപെൻഡിക്കുലാരിറ്റി. Angle in real inner product space. For real inner product spaces, the angle theta between the two non-zero vectors u and v are defined as cos theta is equal to inner product ip comma v by the modulus u into v, modulus u into modulus v, or norm u into norm v. ഇത് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിൽ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് കാണുന്ന രീതിയാണ്. എക്സാമ്പിൾസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസസിൻ്റെ എക്സാമ്പിളാണ് യൂക്ലിഡിയൻ സ്പേസ്. യൂക്ലിഡിയൻ സ്പേസ് ഈസ് R⁻n, R² R³ അങ്ങനെയൊക്കെ പറയും. ദ മോസ്റ്റ് കോമൺ എക്സാമ്പിൾസ് ഇൻ R⁻n യൂക്ലിഡിയൻ സ്പേസ് with the standard dot product, also called Euclidean inner product, for x is equal to for x is equal to x1 x2 etc. xn and y is equal to y1 y2 etc. yn belongs to R⁻n, R² R³ Euclidean space. Then IP, inner product x comma y is equal to x dot y is equal to x1 y1 plus x2 y2 plus etc. xn yn or sigma. ഇത് നമുക്കറിയാവുന്നൊരു കാര്യമാണല്ലോ ഈ ഡോട്ട് പ്രോഡക്റ്റ് കാണുന്നത്. സിഗ്മ is equal 1 to n xi yi. I is equal 1 to n. Sigma I is 1 to n xi yi എഴുതി ചേർക്കുക. ഓർത്തോഗണൽ ആൻഡ് ഓർത്തോ നോർമൽ സെറ്റ്സ്. ഇപ്പോൾ ഓർത്തോഗണലും ഓർത്തോ നോർമൽ നമ്മൾ പറയുന്നതാണ്. ഓർത്തോഗണലാണെങ്കിൽ പ്രോഡക്റ്റ് 0 ആയിരിക്കും, ഓർത്തോ നോർമൽ ആണെങ്കിൽ ക്രോണക്കിൾ ഡെൽറ്റ വരും. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് v1 v2 with etc. vk is an inner product space. A set of vectors in the set of vectors v1 v2 etc. vn in an inner product space. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൽ വെക്ടേഴ്സ് ആണ്, അതിൻ്റെ പേരാണ് v1 v2 with etc. vk. ഈസ് കോൾഡ് ഓർത്തോഗണൽ. അപ്പോൾ ഈ ഓർത്തോഗണൽ എന്ന് വിളിക്കണമെങ്കിൽ if every distinct pair of vectors in the set is orthogonal. That is inner product vi vj is 0 for I not equal to j. അങ്ങനെ ആയിരിക്കണം. പിന്നെ ഐയും ജെയും തുല്യമാണെങ്കിൽ 1 ആയിരിക്കണം. അതിനെ ഓർത്തോ നോർമൽ എന്ന് പറയണം. ആ ഓർത്തോഗണൽ സെറ്റ് ഈസ് കോൾഡ് ഓർത്തോ നോർമൽ. ഈ ഓർത്തോഗണൽ സെറ്റിലെ ഓർത്തോ നോർമൽ എന്ന് പറയും എപ്പോഴാണ്? if in addition every vector in that set is a unit vector, has norm 1, that is norm bi is equal to 1 for all I. This means IP, inner product vi vj is equal to delta ij, chronicle delta. You know delta ij is equal to 1 if I is equal to j and delta ij is 0 if I not equal to j. Applications of inner product spaces. ഈ ഐ പി എസിൻ്റെ ആപ്ലിക്കേഷൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസസ് ആർ ഫണ്ടമെൻ്റൽ ഇൻ മെനി ഏരിയാസ് ഓഫ് മാത്തമാറ്റിക്സ് സയൻസസ് ആൻഡ് എൻജിനീയറിംഗ്. മാത്തമാറ്റിക്സിൽ എൻജിനീയറിംഗ് ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. ലീനിയർ ആൾജിബ്ര, ഇപ്പോൾ മാത്തമാറ്റിക്സിലെ ലീനിയർ ആൾജിബ്രയിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നതാണ്.
linear algebra, essential for understanding concepts. This IPS, linear vector space. Now inner product space. Inner product space is applied in linear algebra. Essential for understanding concepts like orthogonal, diagonalization, projections, least squares, approximation, and singular value decomposition. Fundamental analysis. Hilbert spaces are the core objects of study, providing a framework for analyzing infinite dimensional vector spaces and operations on them. In quantum mechanics are represented as vectors in a Hilbert space, and observables are represented by operators on this space. Quantum mechanics, it is an operator mechanics. Operator വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഈ ഒബ്സർവബിൾ ഐഗൻ വാല്യൂസ് ഒക്കെ കിട്ടുന്നത്. ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സിഗ്നൽ പ്രോസസ്സിംഗ്. സിഗ്നൽസ് ആർ often treated as vectors in an inner product space. Example, angular momentum space, L-square space of square integrable functions. Enabling analysis using Fourier series, wavelets and filtering. ഈ മേഖലയിലേക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇമേജ് പ്രോസസ്സിംഗ്. Techniques like principal component analysis, PCA, rely on inner product concepts, IP concepts, to reduce dimensionally and extract features from image data. അപ്പോൾ ഇതിനകത്തുള്ള ഇതും കുറച്ച് നമ്മൾ വായിച്ച് അങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാം കൂടി വായിച്ച് ഓർത്തിരിക്കാൻ അല്പം പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അങ്ങ് പഠിക്കുക. ആ മുൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതാണെന്ന് നോക്കി പഠിക്കുക. അപ്പോൾ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ്. ഡിഫൈൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്, ഗീവ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടി ഇല്ലെങ്കിലും 1-2 പ്രോപ്പർട്ടിയെങ്കിലും എഴുതിയാൽ മതി. വാട്ട് ഈസ് നോം ഇൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഇന്നർ ആകട്ടെ, ഇന്നർ അല്ല, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് നോം പറയുക. നമ്പർ 3, ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. Mention some applications of inner product space. That is all with your class number 29. We pass on to next class. Thank you very much.